എല്ലാവർക്കും മലയാളി കപ്പിൾസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ നമ്മൾ ബൈക്കിലൊരു ലോങ് ട്രിപ്പ് പോവാണ് കേട്ടോ. ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏറ്റുമാനൂർ വരെ പോവാണ്. ചേട്ടനൊരു ആവശ്യം ഉണ്ടായിരുന്നു, അതിന് പോയപ്പോൾ ചേട്ടൻ പറഞ്ഞു 4 വർഷമായി ഞങ്ങൾ ബൈക്കിലൊന്ന് കറങ്ങിയിട്ട്, നീയും കൂടെ വാടി നമുക്കൊന്ന് അടിച്ചു പൊളിച്ച് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. ചേട്ടൻ ഒറ്റയ്ക്ക് പോകാൻ വയ്യാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ അടിച്ചു പൊളിച്ചൊരു ട്രിപ്പ് പോയിട്ട് തിരിച്ച് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞ് എന്തിനാ പോയെന്നൊന്നും കാണിച്ചിട്ടില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇടയ്ക്കൊന്ന് ഇറങ്ങി. ഫുഡ് കഴിക്കാൻ ഇതാ അപ്പോൾ നമ്മൾ ഏറ്റുമാനൂരുള്ള ദോശ സ്ട്രീറ്റ് ആർക്കാടി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നമ്മളിങ്ങനെ നോക്കി വരുമായിരുന്നു. റിവ്യൂ നോക്കുമ്പോൾ കുറച്ച് പേര് നല്ലതാണെന്ന് പറയുമ്പോൾ കുറച്ച് പേര് മോശമാണെന്ന് പറയും. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമുക്ക് തന്നെ ഏതെങ്കിലും കണ്ടുപിടിക്കാമെന്ന്. അപ്പോൾ ഇതിങ്ങനെ നീണ്ടു നിവർന്നൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇഷ്ടപ്പെട്ടു. വെളിയിൽ നോക്കിയപ്പോൾ അപ്പോൾ നമ്മൾ കയറി. പിന്നെ എന്തായാലും ഫുഡൊക്കെ നല്ല ഫുഡായിരുന്നു. അതുകൊണ്ട് വിചാരിച്ചു അതങ്ങ് ഇതിൽ ഉൾപ്പെടുത്തിയേക്കാവുന്ന. അങ്ങനെ ഭയങ്കര ആളുമായിരുന്നു. ഒരാളെ തണുത്ത് ഉറച്ചു ഇരിക്കുന്നതെന്ന് പറഞ്ഞിരിക്കുക. ശിക്കുകയും ചെയ്യുന്നു, തണുക്കുകയും ചെയ്യുന്നു. ഫുഡ് കിട്ടിക്കഴിയുമ്പോൾ തണുപ്പൊക്കെ മാറും. എന്താ പറഞ്ഞു നീ? എന്താ വെജ് ബിരിയാണി പറഞ്ഞു? ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ച ചിക്കൻ ചേട്ടൻ നിന്നും ചോറ് ഇച്ചിരി കാണുമ്പോൾ ഞാൻ എനിക്ക് വിശപ്പ് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഞാൻ വെജും ചേട്ടൻ ബീഫും രണ്ടും വന്നിട്ടുണ്ട് കേട്ടോ. സ്പെഷ്യലാണ് വെജ് ബിരിയാണി. വെജ് ബിരിയാണി സൂപ്പറാണല്ലോ. തരത്തില്ല, നോക്കണ്ട. പക്ഷെ സാധാരണ ഇതിനകത്തിങ്ങനെ സോയാബീൻ്റെ കറി മിക്സ് ചെയ്യാം. എന്തുവാ ആദ്യമേ വെജ് ബിരിയാണി നമുക്ക് ടേസ്റ്റ് ചെയ്യാം അല്ലേ? സൂപ്പർ. മുട്ടയുണ്ടല്ലോ, ബീഫിനുള്ളിൽ മുട്ട കിട്ടുക. ബീഫിൻ്റെ മുട്ട. ഞാൻ ഫുഡ് ഭയങ്കരമായിട്ട് ആസ്വദിച്ച് കഴിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ നല്ലപോലെ സമയം എടുക്കും. പിന്നെ നമ്മൾ രണ്ടും എപ്പോഴും 2 ഫുഡേ പറയാറ്, 2 വെറൈറ്റി സാധനങ്ങളെ പറയാറുള്ളൂ. എന്നാലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ടേസ്റ്റ് ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ. പിന്നെ എല്ലാം കഴിച്ച് കഴിഞ്ഞ് പ്ലേറ്റൊക്കെ തൂത്ത് പഠിച്ച് തിന്ന് അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യം. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ബില്ല് പേ ചെയ്യാൻ നിന്നു. അപ്പോഴാണ് ഞാൻ ഇതൊക്കെ ശ്രദ്ധിച്ചത്. നമ്മൾ ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് ഈ കൂന്തൽ വറുത്തതും ഒന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ അന്നത്തെ മെനു ലിസ്റ്റിലുണ്ടായിരുന്നു. ചേട്ടൻ ബില്ലൊക്കെ അടച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് വീണ്ടും നമ്മുടെ യാത്ര അവിടെ നിന്ന് വീണ്ടും ആരംഭിച്ചു. ഇടയ്ക്ക് എപ്പോൾ അങ്ങോട്ട് പോയാലും ഇങ്ങോട്ട് പോയാലും ഞങ്ങൾ ഈ 4 മണിക്കാറ്റിൽ ഒരു 5 മിനിറ്റ് ഇരുന്നിട്ടേ വരത്തുള്ളായിരുന്നു. അതെന്തോ കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇരുന്ന് റോഡിലോട്ടൊക്കെ നോക്കിയിരുന്ന് നമ്മളിങ്ങനെ തിരിച്ച് വീണ്ടും പോയപ്പോഴാണ് കഷ്ടകാലത്തിന് മഴ പെയ്തത്. ഏകദേശം ഒരു 1/2 മണിക്കൂറോളം ഞങ്ങൾ പോസ്റ്റായിരുന്നു വഴിയിലൊക്കെ. അത് കഴിഞ്ഞപ്പോൾ നല്ല മഴയൊക്കെ നനഞ്ഞ് തണുത്ത് വരുമല്ലേ, അപ്പോൾ ഒരു ചായ അടിക്കാമെന്ന് വിചാരിച്ചു. കണ്ട് തട്ടുകടയിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചു. പിന്നെ എൻ്റെ മുടിയിലെ എണ്ണ കാച്ചാനുള്ള സാധനങ്ങളെല്ലാം എണ്ണ തീർന്നിരിക്കുമായിരുന്നു. അപ്പോൾ ഇതെല്ലാം വാങ്ങിക്കാനായിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി പരതിയിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു വീട്ടിലോട്ട് പോയി. സൈലൻസർ അവളെ അങ്ങ് എടുത്തു. ഹെൽമെറ്റ് കേക്ക് വേണ്ടായോ? അയ്യോ, അങ്ങനെ പൊക്കോടി. ഞാനൂടെ നടന്നു വന്നപ്പോ നടന്നു. ഡമ്മ ഇറങ്ങി.